മമ്മിയെ ഇന്ന് നമ്മളുടെ സ്പെഷ്യൽ എന്താണ്? ഇന്ന് ക്രിസ്മസ് കഴിഞ്ഞ് പിറ്റേ ദിവസമല്ലേ. മമ്മി സ്പെഷ്യലായിട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചേക്കണത് മട്ടനാണല്ലോ ഇന്ന് നമുക്ക് കിട്ടിയേക്കണത്. അപ്പോൾ ആ മട്ടൻ കിട്ടിയപ്പോൾ ഞാനേ നമ്മുടെ മോളുടെ ആൻറ്റി ഇല്ലേ, പള്ളായി ആൻറ്റിയുടെ അമ്മ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അമ്മ, മദർ ഇൻ ലോ, ആ ലൂസി അമ്മാമ്മ എന്നാണ് പേര്. ഞങ്ങളൊക്കെ വിളിക്കുന്നത് ലൂസി അമ്മാമ്മ. നല്ല പ്രായമുണ്ട്, നല്ല ചുരുള മുടി, നല്ല വെളുത്തിട്ട് കൊല്ലുന്നതിനുള്ള പൊക്കം കുറഞ്ഞൊരു അമ്മാമ്മയാണ്. ആ അമ്മാമ്മയുടെ അടുത്ത് ഞങ്ങൾ ചെന്നപ്പോൾ മട്ടൻ കറി വെക്കണത് അമ്മാമ്മ ഒരു റെസിപ്പി പറഞ്ഞു, ഇങ്ങനെ വെക്കണ കാര്യം അവരുടെ സമയത്ത്, നല്ല കാലത്ത്. അപ്പോൾ ആ റെസിപ്പിയാണ് ഇന്ന് മമ്മി ചെയ്യണത്. അപ്പോൾ അമ്മമ്മ മല്ലിയും മുളകൊക്കെ അന്ന് മുഴുവനാണ്. ആ മുഴുവനെ പൊടിച്ച്, നമ്മൾ ചൂടാക്കി പൊടിക്കൊന്നുമില്ല, പച്ച മല്ലിയും മുളകും പൊടിച്ച് അത് തിളച്ച വെള്ളത്തിൽ ഒഴിച്ച് വെച്ചിട്ട് അത് അമ്മീമ്മ നന്നായിട്ട് പിടിച്ചരയ്ക്കണം. മഞ്ഞളും ഉണ്ട്, അരച്ചിട്ട് ആ അരപ്പിലുള്ള കറിയാണ് അത്. മമ്മീനി ചെയ്ത് കാണിക്കുമ്പോൾ പറഞ്ഞു തരാം. അതാണ് നമ്മുടെ ഇന്നത്തെ മട്ടൻ. പിന്നെ നമുക്ക് ഒരു ഗീ റൈസും വെക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെനു കഴിഞ്ഞു. ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ മട്ടൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. 1.5 കിലോ മട്ടനാണ് കേട്ടോ. ഓക്കെ. നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ചതച്ചത്, ഇഞ്ചി വേപ്പില ചതച്ചത്, കുറച്ച് ഉപ്പ്, കൈ കണക്കാണ് ഉപ്പ് എനിക്ക്, കുറച്ച് ഉപ്പ്, കുറച്ച് വിനാഗിരി. ആ കാലത്ത് വിനാഗിരിന്നല്ല പറയുക, ഞങ്ങൾ തെങ്ങിൻ ചോർക്ക ഇവിടെ കിട്ടും, അങ്ങനെ എഴുതി വയ്ക്കണം. അപ്പോൾ തെങ്ങിൻ ചോർക്കാന്നാണ്. ഇതിപ്പോൾ തെങ്ങിൻ ചോർക്ക എന്നാണ് റപ്പായി പറയുന്നത്. റപ്പായിയുടെ കടയിലുള്ള വിനീഗറാണ്. ഇനി ഇത് നമ്മളൊന്ന് ഒരു 15 മിനിറ്റ് ഇതൊന്നേ. ഇഞ്ചി വേപ്പിലല്ലേ? ഇഞ്ചി വേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വിനീഗർ, മുളക് ഒന്നുമില്ല. ഇതെന്നിട്ട് വേവിക്കണത് നമ്മൾ 3-ാം പാലില്ല, 1-ഉം 2ഉം പാല് നമ്മൾ എടുത്ത് വെച്ചിട്ട് ഇത് വേവിക്കണത് 3-ാം പാലിൽ. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോണത്? ഇനി നമ്മളിത് ഒരു 15 മിനിറ്റ് ഇങ്ങനെ വെക്കും. എന്നിട്ട് കുക്കറിലിടില്ല, ഇത് അടുപ്പത്തിട്ട് വേവിക്കുള്ളൂ. ശരി. കുക്കറിൽ അന്ന് കുക്കറൊന്നുമില്ലല്ലോ, അമ്മാമ്മയുടെ അതേപോലെ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുപ്പത്തിട്ട് വേവിക്കാം. ശരി. മട്ടൻ വേവിക്കാൻ വെക്കണം കേട്ടോ. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യും. ഇനി നമുക്ക് 2-ാം പാൽ ഒഴിച്ച് വേവിക്കാം. 2-ാം പാലാണ് തേങ്ങാപ്പാൽ. അമ്മാമ്മ പറയണതേ, ഈ ആടിനൊരു മണമൊക്കെ ഉണ്ട് ആട്ടിറച്ചിക്ക്, ആ മണമൊക്കെ പോകുന്ന പറയണം. അതൊന്നും കഴിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. എത്ര കഴിയാലും ഒരു മണം ഉണ്ടാവും ആട്ടിറച്ചിയുടെ. ഇപ്പം നമ്മൾ ആട്ടുംപാൽ ഒരു പാലിലാണ്, തേങ്ങാപ്പാലിലാണ് വേവിക്കുക. മമ്മി എന്തായാലും നോക്കാം, നമുക്കൊന്ന് തുറന്ന്. വെള്ളമൊക്കെ എങ്ങനെയായി വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് പാല് 3-ാം പാൽ ഒഴിക്കണം. വെള്ളം ഏകദേശം വെള്ളമല്ല, തേങ്ങാപ്പാലല്ലായിരുന്നേ. അത് ഏകദേശം ഇതിന്ന് മട്ടരിന്ന് വെള്ളം വരും. ഇനി നമുക്ക് 3-ാം പാൽ ഒഴിക്കാം. ഈ പാലും കൂടി വറ്റി കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഓക്കെ. അരപ്പിന് ആവശ്യമുള്ളത് മല്ലി, മുഴുവൻ മല്ലി, മുളക്, ഇത് നമ്മൾ പൊടിച്ച് തിളച്ച വെള്ളത്തിൽ നനച്ച് വെച്ച്. ഇത് ഇങ്ങനെ വറുത്ത് പൊടിക്കണം? വറുക്കൂല, ചൂടാക്കാനേ പാടില്ല. ഇത് വെളിച്ചെണ്ണയിൽ എന്നിട്ട് മൊരിയണം. അങ്ങനെയാണ് ഈ അരപ്പ് ഉണ്ടാക്കുന്നത്. നന്നായിട്ട് അരച്ച് അതിന് ഇതാണ് നമ്മൾ എടുക്കുന്നത്. ഈ അളവിൽ മമ്മി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ.
ഇത് മമ്മി വെറുതെ പേസ്റ്റ് ആക്കി, ആ. വെള്ളം ഒഴിച്ച് പേസ്റ്റ് ആക്കി നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഞാൻ കാണിക്കാൻ വേണ്ടി വെച്ചത്. അപ്പൊ ഇത് പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിനെ ഞാൻ പേസ്റ്റാക്കി മഞ്ഞപ്പൊടി, ഈ മല്ലി, ഈ മുളക് പേസ്റ്റാക്കി വെച്ചേക്കുന്നു കേട്ടോ. ഇനി എടുത്ത് പിന്നെ നമുക്ക് ചെറിയ ഉള്ളിയാണ്. സവോള നമുക്ക് ഇത്തിരി ഇടാം. എനിക്ക് നന്നാക്കേണ്ട മടിക്ക് ഇത്രയും നന്നാക്കിയുള്ളൂ. ചെറിയ ഉള്ളിയും ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില. ഇതിൽ നമ്മൾ വെളുത്തുള്ളിയും തക്കാളി ഇടില്ല. പിന്നെ ചതയ്ക്കാനുള്ളത് കറിയാമ്പൂ, പട്ട, ഏലക്കായ, പെരിഞ്ചീരകം. നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് ആ ചതച്ച മസാല ഇട്ടു. നമ്മുടെ ഉള്ളി, ഇഞ്ചി, ഉള്ളി, പച്ചമുളക്, വേപ്പില. നമ്മൾ നല്ല തീയിലാണ് ഇതെല്ലാം ഇട്ടത്. ഇനി നമുക്കൊരു മീഡിയം തീയിൽ വയ്ക്കാം. ഇത് മുരിയണോ? ഇനി ഇതൊന്ന് വാടി വരുമ്പോൾ കുറച്ച് സവോള ഇരിക്കുന്നത് ചേർക്കാം. ഞാൻ വാടി വരട്ടെ അല്ലേ? ഈ തീ ഒന്ന് കുറച്ചു. എന്നിട്ട് നമ്മൾ ഇത്തിരി സവോള കൂടി ചേർക്കാം. നമ്മൾ ഉള്ളി ഇത്തിരി കുറവ് ഇട്ടേക്കണേ. ആ കാലത്ത് സവോളയുടെ ഒന്നുമില്ല കേട്ടോ, അന്ന് ഉള്ളി തന്നെ വേണം. ഇത് മടി കൊണ്ട് ചെയ്തത്. ഓക്കെ, നമ്മൾ ഈ അരപ്പിടാണ്. നമ്മൾ അരപ്പൊഴിച്ചല്ലേ? നമ്മൾ അരപ്പൊഴിച്ചില്ലേ, ഈ അരപ്പിന് ഒരു പ്രത്യേക മണല്ലേ. പൂവുണ്ട്. ആ പച്ചമല്ലിയും മുളകും നല്ലൊരു കളറും ഉണ്ടാകും. മറ്റേത് മല്ലിപ്പൊടിക്ക് കറുത്ത കളറാണ് നമ്മൾ ചേർക്കുമ്പോൾ ഒരു വേറൊരു കളറ്. ഇത് ആ പച്ചമല്ലി ആയതുകൊണ്ട് ആ മല്ലി. ഇതിൽ മഞ്ഞപ്പൊടി ഉണ്ടോ? മഞ്ഞപ്പൊടി, മല്ലി, മുളക്. ഇതിനകത്ത് മമ്മി കുറച്ച് കാശ്മീരി ചേർത്തിട്ടില്ല, കളറ് കിട്ടാൻ വേണ്ടി. പള്ളായ മാമയുടെ കാലത്തൊന്നും കാശ്മീരി പൗഡർ അതൊന്നുമില്ല. അപ്പൊ അതൊന്നും ചേർത്ത ശരിയാവും. നമുക്കിപ്പോൾ ആ ഒരു ഓർമ്മ വന്നു, അമ്മമ്മയുടെ ഓർമ്മ. എല്ലാവരുടെയും അമ്മമ്മയുടെ അമ്മമ്മ. ഇനി ഇതൊന്ന് വാടട്ടെ കേട്ടോ. ഈ ഒരു പരിപാടി അല്ലേ, റോസ്റ്റഡ് പോലെയായി. ഇപ്പം അത് അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലൊരു മണമായില്ലേ. നമുക്ക് ആദ്യത്തെ പാൽ ഒഴിക്കാം. ഈ കളർ കിട്ടാനാണ് ഞാൻ കാശ്മീരി മുളക് ചേർക്കാതിരുന്നത്. ഇത് നല്ലോണം തിളയ്ക്കുമ്പോൾ നമ്മുടെ മട്ടൻ വെന്തിരിക്കുന്നുണ്ട്, അത് ഇതിലേക്ക് ചേർക്കാം. തിളച്ചല്ലോ, നല്ലോണം തിളച്ചോട്ടെ. ഉള്ളിയൊക്കെ മട്ടനോടുകൂടി ചേർന്നേ പദം വരും. ഇനി നമ്മൾ ഇതിലേക്ക് മട്ടൻ ഇടേണ്ടി വെന്തിരിക്കണ മട്ടൻ. ആ 2 തേങ്ങാപ്പാലിൽ വെന്തിരിക്കണം മട്ടൻ അല്ലേ? 2ാം പാലും കുറച്ച് 3ാം പാലും ചേർക്കും. അപ്പോൾ കറക്റ്റ് വേവ. ഇനി അരപ്പോടുകൂടി ചേർന്ന് വയ്ക്കുമ്പോൾ നല്ല കറക്റ്റ്. ശരിയാ, ശരി. മിക്സ് ചെയ്തിട്ട് ഇതിൽ കുറേ നേരം വേവണോ? ഇത് കുറുകണം. അരപ്പും തേങ്ങാപ്പാലും എല്ലാം കൂടി. നമുക്ക് ഈ റൈസിനല്ലേ, അപ്പോൾ നമുക്ക് അധികം ചാറൊന്നും വേണം. അപ്പോൾ ചോറൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ഇത് ഗ്രേവി ഇരിക്കട്ടെ. ഇത് റെഡ്യൂസായി വരണോ അല്ലേ? നമുക്കൊന്ന് അടച്ച് അപ്പം അടക്കി വയ്ക്കണം. നമുക്ക്
പിന്നെ ഇതൊന്ന് അടച്ച് ഇപ്പോൾ ഉപ്പൊക്കെ നോക്കണം കേട്ടോ. നമുക്കിപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്. എരിവുണ്ട് ഉപ്പും ഇതെല്ലാം. അപ്പം നമ്മുടെ ഇന്നത്തെ ഗീ റൈസ് എനിക്ക് ക്യാമറ പിടിച്ച് ശീലമായതുകൊണ്ട് മമ്മി എന്നെ ഹെൽപ്പ് ചെയ്യണം. 3 സ്പൂൺ ഗീ ഇട്ടോ. ഇതൊരു വളരെ ഈസി ആയിട്ടുള്ളൊരു സാധനമാണ്. പക്ഷെ മട്ടൻ ഗീ റൈസ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. കാരണം നമ്മൾ ഇതിനകത്ത് കുറച്ച് സ്റ്റോക്ക് ഇടുന്നുണ്ട്. മാത്രം മതിയായിരിക്കും മമ്മി, മതി. ആരും കൂടെ പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ. മമ്മിയെ ഇനി നമുക്ക് മസാലകൾ ഇടാം. അതിലുള്ളത് ഏലക്കായ ഉണ്ട്, കറുവപ്പട്ട ഉണ്ട്, ഗ്രാമ്പു, പിന്നെ കുരുമുളക് അവിടെ ഇട്ടോ. മമ്മി അതിൻ്റെ ഫ്രഷ്നെസ് പോവരുത്. അപ്പോൾ ആ ഉള്ളി കിട്ടും. കുറച്ച് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ലേശാത്തൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പുതിയ മെത്തേഡാണല്ലോ. ആ അല്ല, ഇതുപോലെ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാവും കേട്ടോ. അതും അധികം മൊരിയണ്ട. ക്യാരറ്റ് ഇട്ടോ, കുറച്ച് ക്യാരറ്റ്, ഒരു ക്യാരറ്റേ ഉള്ളൂ അത് കേട്ടോ. വെറുതെ ഒരു ഭംഗിക്കാ. അതെ, കട്ടിങ്ങൊക്കെ നന്നായിട്ടുണ്ട് മമ്മിയെ. സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഇല ഇടാം, മല്ലിയില. ഒന്ന് കിടന്ന് മുരിഞ്ഞോട്ടോ. പച്ച, എനിക്ക് ആ പച്ച ടേസ്റ്റ് എന്തോ ചിലപ്പോൾ ഇഷ്ടമാവില്ല. അടൂനും അതെ, ഒന്ന് വാടിക്കോട്ടെ. ഇങ്ങനെ വാട്ടി ചേർക്കണം. ഇനി ഇത് അതെ, ഇനി ഇത് കൂടുതൽ നമ്മൾ ചേർക്കൂല. ഇത്രേ ഉള്ളൂ നമ്മുടെ ഇല. നല്ല മണമുണ്ട് വെച്ചാൽ. അല്ലേ, നല്ല ഇലയായിരുന്നു കേട്ടോ. അതാണ് നല്ല മണം. നമുക്ക് കിട്ടാറ് എപ്പോഴും വാടി ഇതൊക്കെയാണ് കിട്ടുക. ഇത് ചന്തയിൽ നിന്നല്ലേ എടുത്തേ, ചാലക്കുടി ചന്തയിൽ നിന്ന് എടുത്തേ. നല്ല ഇല. ഇനി ഇതൊന്ന് റെഡിയാകുമ്പം നമുക്ക് റൈസ് ഇട്ട് ഇളക്കണം. അത്രേ ഉള്ളൂ, നമ്മുടെ ഈസി പരിപാടിയാണ്. പക്ഷെ മമ്മിയെ, അപ്പോൾ ഈ മമ്മിയെ ഇനി നമ്മൾ ആ മട്ടൻ വേവിച്ച സ്റ്റോക്കില്ലേ അതങ്ങോട്ട് ഒഴിച്ചോ. ഒരു ചെറിയ തീ കൂട്ടിക്കോ. ഇതൊന്ന് നമുക്കൊന്ന് കുറഞ്ഞു കിട്ടണം, റെഡ്യൂസ് ചെയ്ത് അത് ഒഴിച്ചോ. മട്ടൻ വേവിച്ചപ്പോൾ മമ്മി തന്ന സ്റ്റോക്കാണത്. അവർ വെറുതെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇതൊന്ന് വറ്റിക്കഴിയുമ്പോൾ നമ്മൾ റൈസ് ഇട്ട് ഇളക്കിയെടുക്കും. മമ്മി ഇനി ആ ചോറിട്ട് നമുക്ക് ഇളക്കി തുടങ്ങാം. വെള്ളം വറ്റി തുടങ്ങി. ഒരു 90% ഇത് വെന്തേക്കണം ഈ ചോറ്. ഇനി ഒരു ദമ്മ് പോലെ അങ്ങോട്ട് മൂടി വയ്ക്കും. പിന്നെ ഉണക്കമുന്തിരി, സബോള വറുത്തതും നട്ട്സും കൂടി ഇടും നമ്മൾ. മമ്മി അപ്പം നമ്മൾ ആ ചോറില്ലേ, വേവിച്ച് വെച്ച ചോറ് നമ്മൾ അതിലിട്ടിട്ട് ഇളക്കി. ഇനി അതൊരു ചെറിയ ദമ്മ് കൊടുക്കാൻ പോകാം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ വറുത്ത് വെച്ചിരിക്കണ കിസ്മിസ്, കാഷ്യൂനട്ട്, സബോള എല്ലാം ഇട്ടോ. അങ്ങനെ നിരത്തിക്കോ, ലെയർ ചെയ്തോ. ഓണിയനും നട്ട്സും. നമ്മുടെ മട്ടൻ കറി അപ്പുറത്ത് റെഡി ആവുന്നുണ്ട്. കുറച്ച് മാറ്റി വെക്കണം. വേണ്ട മമ്മി, നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഫ്രഷ് മുകളിലിടുന്ന ടേസ്റ്റാണ്, പക്ഷെ വലിയ വ്യത്യാസമൊന്നുമില്ല. എന്തായാലും ആ നട്ട്സും കൂടെ ഉണ്ട്. സ്പ്രെഡ് ഇത് കുറേ ഉണ്ടല്ലോ. ഓരോ ഫിസ്റ്റ് എടുത്തതാണ് ഈ കാണുന്നത്. അപ്പം ഈ നെയ്യും കൂടെ ഒന്ന് അങ്ങോട്ട്, ഒരല്പം നെയ്യ് മുകളിൽ, ഒരു ഫ്ലേവറിന് എല്ലാത്തിനും ചിറ്റിച്ചങ്ങ് ഒഴിച്ചോ. അത് യെസ്. നമ്മുടെ നെയ്ച്ചോറ് ഒരു തട്ടിക്കൂട്ടൽ മട്ടൻ നെയ്ച്ചോറ് എന്ന് പറയാം. സ്റ്റോക്ക് ഒഴിച്ചോറ് നമ്മുടെ മട്ടൻ റെഡിയായി. മട്ടൻ്റെ പണിയും കഴിഞ്ഞു. അതെ അല്ലേ, ഓഫാക്കിയ. ഇത് അടച്ചോ. ഇങ്ങനെയാണ് വിളമ്പാ. അങ്ങനെ വിളമ്പിയാലും കുഴപ്പമില്ല.
ഇനി എന്താണ് നമുക്ക് ഒഴിക്കാനുള്ളത്? ഇത് ചെറിയൊരു സലാഡ് ഉണ്ടാക്കിയിട്ട് സലാഡ. സലാഡ് ഒരു അച്ചാർ. പഴയ കാരണന്മാരാണ് സർലാസ് എന്ന് പറയുക. ഓ, ഇത്തിരി പപ്പ ഇത് നമ്മളുടെ സ്പെഷ്യലാണ് ഇന്നത്തെ. അതായത് മട്ടൻ ഗീ റൈസും മട്ടൻ കറിയും അച്ചാറും സലാഡും. ഈ പപ്പ കഴിച്ചിട്ട് പറയാം. ആ, കറക്റ്റ് ഉപ്പും ടേസ്റ്റൊക്കെ പറയും. നല്ല ചൂടുണ്ടെന്ന് അറിയാം. ചോറിൽ ഒന്നും ചെയ്യാനില്ല, അതായത് എല്ലാം പാകത്തിന്. എല്ലാം കറക്റ്റാണ്. ഓക്കെ. പിന്നെ മട്ടൻ അത് കീപ്പിയാണ്. ചൂടാണ്, വേപ്പി വലിക്കാൻ വരെ പറ്റില്ല. ചെറിയ കഷ്ണം എടുക്കാം. ദൈവമേ, നല്ല കറി. നല്ല കറി എല്ലാം ഉണ്ടോ? ഉപ്പ്, മുളക്, മസാല എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. ഓക്കെ, ശരി പപ്പ. താങ്ക് യു.